ഇന്ന് തയ്യാറാക്കുന്നത് 2 കിലോ വരുന്ന പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. 1 കിലോ മതിയെങ്കിൽ ഇതിൻ്റെ അളവ് നമുക്ക് നേർപകുതി എടുത്താൽ മതി. അതിനായിട്ട് 1/2 കിലോ മൈദ, അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് പൈനാപ്പിൾ നമുക്ക് 400 ഗ്രാം തൊട്ട് 1/2 കിലോ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളെടുക്കുന്ന മാവ്, പഞ്ചസാര, അതുപോലെ പൈനാപ്പിൾ ഇതെല്ലാം ഒരേ അളവിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിന് നമുക്കൊന്ന് അരച്ച് മാറ്റിയ ശേഷം നമ്മൾ വേവിച്ചിട്ടുള്ള പൈനാപ്പിളാണ് ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ച് അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്താണ് വേവിച്ചെടുക്കുന്നത്. അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്കിത് നേരത്തെ തന്നെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ കേക്ക് തയ്യാറാക്കുന്നതിനേക്കാളും മുമ്പ് ഇതെടുത്ത് വെച്ച് അതിൻ്റെ തണവ് മാറിയതിന് ശേഷം വേണം നമ്മൾ ഈ മാവിലേക്ക് ചേർക്കാനായിട്ട്. ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പൈനാപ്പിൾ പീസ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും കിട്ടും. അതുപോലെ അത് ബേക്ക് ആവാനൊക്കെ കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഇതിന് ശേഷം പാത്രത്തിലേക്ക് 200 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്, അതുപോലെ അൺസോൾട്ടഡ് ആണ്. ഇത് സ്പീഡ് 3-ലിട്ടിട്ടാണ് എല്ലാം തന്നെ നമ്മളിവിടെ ബീറ്റ് ചെയ്യുന്നത്. ബട്ടർ ബീറ്റായി വന്ന ശേഷം അതിലേക്ക് പൊടിച്ചിട്ടുള്ള പഞ്ചസാര 1/2 കിലോ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറേശ്ശായിട്ട് ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് നന്നായി ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മുട്ട ചേർക്കാം. ഇവിടെ ഞാൻ 7 തൊട്ട് 8 മുട്ടയാണ്. വലിയ മുട്ടയാണെങ്കിൽ നമുക്ക് 7 മതി, ചെറുതാണെങ്കിൽ 8 മുട്ട വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുമിച്ച് ചേർക്കാതെ ഓരോന്നായിട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. മുട്ട ചേർത്ത് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ട എസൻസ് ചേർത്ത് കൊടുക്കാം. 1 kgയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ കേക്കിൻ്റെ റെസിപ്പിക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലേക്ക് പൈനാപ്പിൾ എസൻസ് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. പൈനാപ്പിൾ എസൻസ് ഇല്ലെങ്കിൽ വാനില എസൻസ് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ വെജിറ്റബിൾ ഓയിൽ 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ മിക്സിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവൺ ആണെങ്കിൽ അല്ലെങ്കിൽ പാത്രമാണെങ്കിൽ നമുക്കത് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പീഡ് 1-ൽ അല്ലെങ്കിൽ 2-ൽ ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കേക്കിൻ്റെ ടിന്നിലേക്ക് ഇത് ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്ത് ടാപ്പ് ചെയ്തതിന് ശേഷം 45 മിനിറ്റ് ബേക്ക് ചെയ്യാം.